തെരഞ്ഞെടുപ്പ് ചൂട് ഉയർത്തിക്കൊണ്ട് ഡീൽ വിവാദമാണ് കത്തിക്കയറുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു. ഇന്ന് പ്രമുഖ സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ട ദിവസവും ഇന്നാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിത്രം തെളിയുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ ശക്തമാവുക കൂടിയാണ്. ഇന്നും ഉയർന്നു കേട്ടത് ഡീൽ വിവാദം തന്നെയാണ്. ഡീൽ വിവാദമാണ് ഏറ്റവും കത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ആരോപണമായി ഡീൽ വിവാദം മാറുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വി.ഡി. സതീശൻ തൊടുത്തുവിട്ട ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞെത്തി. ഡീലിന് തെളിവുണ്ടെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഡീൽ മണ്ഡലങ്ങളുടെ പേരും പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ 10ഓളം മണ്ഡലങ്ങളിൽ ഡീൽ എന്നാണ് വി.ഡി. സതീശൻ ആരോപിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന തരത്തിലുള്ള ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, തെളിവുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതുൾപ്പെടെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഡീൽ ആരോപണം ഉന്നയിച്ച് അജണ്ട സെറ്റ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. എന്നാണത്? സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്നതിന്റെ പിറ്റേ ദിവസം. പിന്നാലെ കെ.സി. വേണുഗോപാൽ ഇത് സ്ഥിരീകരിച്ചെത്തുന്നു, ആരോപണം കടുപ്പിക്കുന്നു. ചെന്നിത്തല എല്ലാം ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഡീൽ ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന് മറുപടി പറഞ്ഞെത്തിയത് എം.വി. ഗോവിന്ദനാണ്. നുണയനാണ് വി.ഡി. സതീശൻ എന്ന് ആരോപിച്ചുകൊണ്ടാണ്, എന്തും വിളിച്ചു പറയുന്ന ആളാണ്, നുണയനാണ് എന്ന് പ്രതിപക്ഷ നേതാവിനെ ആരോപിച്ചുകൊണ്ടാണ് എം.വി. ഗോവിന്ദൻ ഇതിനെ നേരിട്ടത്. വെറും അസംബന്ധമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഈ ആരോപണം എന്നത് എം.വി. ഗോവിന്ദൻ പറയുന്നു. പിന്നാലെ LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എത്തി. അവർ ഇത് കോലീബി സഖ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആർക്കാണ് ഇതിന്റെ പാരമ്പര്യമുള്ളത് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള മറുപടിയൊക്കെയാണ് ടി.പി. രാമകൃഷ്ണൻ ഉൾപ്പെടെ നൽകിയത്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. കോലീബി സഖ്യം അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയുന്നത്. BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയ ചരിത്രമുള്ളത് കോൺഗ്രസിനാണ് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 2016 നേമത്ത് BJP ജയിക്കാൻ കാരണം കോൺഗ്രസ് ആണെന്ന് പിണറായി വിജയൻ പറയുന്നു. കോൺഗ്രസ് വോട്ടിന് ഇടിവുണ്ടായെന്നും നേമത്തെ അന്നത്തെ BJP-യുടെ ജയം ഡീലിന്റെ ഭാഗമാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. മറ്റൊരു നേതാവിന് ജയിക്കാനുണ്ടാക്കിയ ഡീലായിരുന്നു അത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJP-യുടെ B ടീമാണ് എന്നുകൂടി പിണറായി വിജയൻ ആരോപിക്കുകയാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് പടക്കം പൊട്ടിച്ചു. ദില്ലിയിൽ ശക്തമായി AAPയെ എതിർത്തു. ഫലത്തിൽ BJP-യുടെ B ടീമായി കോൺഗ്രസ് ദില്ലിയിൽ പ്രവർത്തിച്ചു എന്ന് ദില്ലിയുടെ ഉദാഹരണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെയും ആഞ്ഞടിച്ചു മുഖ്യമന്ത്രി. BJP-യെ എതിർക്കാൻ പലയിടത്തും ഒറ്റയ്ക്ക് പാർട്ടികൾക്ക് ശേഷിയില്ല, എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല. ഇപ്പോഴത്തെ ഡീൽ ആരോപണവും ഏശില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അതിശക്തമായ ഭാഷയിലാണ് കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. അതിൽ രാഹുൽ ഗാന്ധിയെയും വെറുതെ വിടുന്നില്ല. ദില്ലി ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം, അതും BJP-യുമായി ഡീൽ എന്ന ആരോപണത്തിന് മറുപടി പറയുന്നതൊന്ന് കേൾക്കാം. കോൺഗ്രസും UDF-ഉം എല്ലാ ഘട്ടത്തിലും RSS-മായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും ഇന്ന് നേമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്. അപ്പോൾ ഈ ഡീൽ ചർച്ചയാക്കിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും അതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കൾ. തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ വ്യക്തമാണെന്നും NDA-യുടെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മോദി, അമിത്ഷാ, പിണറായി വിജയൻ എന്നിവർ തമ്മിലുള്ള ഡീലാണ് നടന്നിട്ടുള്ളത് എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. BJP-ക്ക് MLA-മാരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഡീലാണിത് എന്നതാണ് ചെന്നിത്തല ആരോപിക്കുന്നത്.
ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ദുരൂഹമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആരോപിക്കുന്നു. അപ്പോൾ ഒരാൾ BJPയുടെ പട്ടിക നോക്കൂ എന്ന് പറയുന്നു, മറ്റൊരാൾ CPMന്റെ പട്ടിക നോക്കൂ എന്നതാണ് പറയുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ ഡീൽ വ്യക്തമാകും എന്നതാണ് KC വേണുഗോപാൽ ആരോപിക്കുന്നത്. അപ്പോൾ 10ഓളം മണ്ഡലങ്ങൾ, അതാണ് കോൺഗ്രസ് പറയുന്നത്, 10ഓളം മണ്ഡലങ്ങളിൽ NDAയും LDFും തമ്മിൽ ഡീൽ ഉണ്ട് എന്നതാണ് ആരോപണം. അതിന് തെളിവുണ്ട് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷവും പഴയ കോലീബി ഉൾപ്പെടെ ചർച്ചയാകുമ്പോഴും ഈ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രംഗത്ത് വരികയാണ് കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും വാക്കുകൾ കൂടി. BJPക്ക് ചെയ്യുന്ന NDAക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPMനെ സഹായിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്, ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിനെ തടയിടാൻ വേണ്ടിയാണ് പാലക്കാടും ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥികൾ 22 സീറ്റാണ് 2020ക്ക് നൽകിയിരിക്കുന്നത്. ആരാണ് ഈ 22? രണ്ടുപേരും നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റും. VD ജയസേന സ്ഥാനാർത്ഥികൾ. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഡീലാണ്. കേരളത്തിൽ UDF ഗവൺമെന്റ് വരാതിരിക്കാൻ 2021 ചെയ്തതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് CPMും BJPയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് ഡീലുണ്ടായാലും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണല്ലോ. അദ്ദേഹം BJPയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPMന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJPയുടെ ക്യാപ്റ്റനാണ് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞതാണ് നാക്കാർക്കും വാടക കൊടുക്കരുത്. ഇദ്ദേഹത്തിന്റെ നാക്കിപ്പം BJPക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആരാണ്? BJP. അതേ ഉത്തരവാദിത്വം, അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇത് ക്ലിയർ കൊട്ടേഷനാണ്. BJPയുടെ. അത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡീല്. കാരണം ഡീലില്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബന്ധുക്കളെയും സ്വന്തക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോഡിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, പാർട്ടി താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ആശയങ്ങളെയും അടിയറ വെക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇത്രയേറെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ചർച്ച BJPയെ ചെറുക്കുന്നത് ആര് എന്നതാണ്. മതനിരപേക്ഷ സമൂഹത്തിന് മുന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPയെ ചെറുക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രമുഖമായിട്ടുള്ള LDF, UDF മുന്നണികൾ അങ്ങനെയുള്ള അവകാശവാദങ്ങളാണ് നടത്തുന്നത്. അവിടെയാണ് BJPയുടെ ക്യാപ്റ്റനാണ് മുഖ്യമന്ത്രി എന്നതുൾപ്പെടെയുള്ള അതിശക്തമായ വിമർശനം KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം ഡീലിലാണ് CPM എന്ന് വരുത്തുന്നു. അവർ അധികാര തുടർച്ചയ്ക്കായി അത്തരമൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ VD സതീശൻ ഈ ആരോപണത്തിൽ ഇതിന് തുടക്കമിട്ട VD സതീശൻ കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ്. ഇന്ന് ഡീൽ മണ്ഡലങ്ങൾ ഏതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തത വരുത്തിയിരിക്കുന്നത്. കോന്നി, റാന്നി, ഈ 2 മണ്ഡലങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ പാലക്കാട് പറഞ്ഞിരുന്നു, അതിന് പിന്നാലെ കോന്നിയും റാന്നിയും പറയുന്നു. റാന്നിയിലെ ശബരിമല വിഷയം പോലും ഉന്നയിക്കാത്ത സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നു. 2020 സ്ഥാനാർത്ഥി പറയുന്നു ശബരിമല കൊള്ള ഇവിടെ വിഷയമല്ല എന്ന്, അത് ഡീലിന്റെ ഭാഗമാണ് എന്ന് ഉദാഹരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. കാസർഗോഡും മഞ്ചേശ്വരവും ചൂണ്ടിക്കാട്ടുന്നു. കാസർഗോഡും മഞ്ചേശ്വരത്തും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPMൽ വരെ പ്രശ്നങ്ങളുണ്ട്, അത് ഡീലിന്റെ ഭാഗമാണ്, അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഡീലിന്റെ ഭാഗമാണെന്ന് പറയുന്നു. ഇനിയുമുണ്ട് മണ്ഡലങ്ങൾ എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. രഹസ്യ ഡീലിൽ ഉൾപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ പറയും. എല്ലാത്തിനും തെളിവ് തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കുവാനുള്ള ഏർപ്പാടാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. നമ്മളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ ശ്രദ്ധ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, മാധ്യമങ്ങൾ പറഞ്ഞില്ലേ ED പിടിമുറുക്കുന്നു എന്ന്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ED പിടിമുറുക്കുന്നത് തൃശ്ശൂരിന് വേണ്ടിയാണെന്ന്. അത് സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അന്ന് ED പിടിമുറുക്കിയപ്പോൾ
തൃശൂർ പൂരം അലങ്കോലമാക്കി BJPക്ക് ആ സീറ്റ് നൽകുകയാണ് CPM ചെയ്തത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. എന്നാൽ നിയമം അക്കൗണ്ട് പൂട്ടിച്ചത് തങ്ങളാണ് എന്ന് പറയുന്ന CPMനെ നേരിടാൻ പറയുന്നു. പൂരം കലക്കിക്കൊടുത്ത് തൃശൂർ BJPക്ക് കൊടുത്തത് നിങ്ങളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മാസ്കോട്ട് ഹോട്ടലിൽ ശ്രീഎമ്മുമായി നടത്തിയ കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഈ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും ഡീൽ തങ്ങൾ പൊളിക്കും, 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം കൂടി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് വിജയിക്കില്ല എന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഘട്ടത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് ഈ ഡീൽ പൊളിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വരിക എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ല. ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല. ഡീലാരോപണം വെറും നാണംകെട്ട പ്രചാരണത്തിന്റെ ഭാഗമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറയുന്നത്. മാത്രവുമല്ല, ഡീലുള്ളത് LDFും UDFും തമ്മിലാണ് എന്നതാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJPയുമായി ഡീൽ ആർക്കെന്ന ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവം. പാലക്കാട് തോൽവി ഭയന്നുള്ള ആരോപണമാണ് ഇതെന്ന് ആദ്യം ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന് വരുമ്പോൾ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ് ഈ ഡീൽ എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. ഇനിയും തെളിവ് പുറത്തുവിടും എന്ന് അവർ പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളും ഈ ഡീലിൽ കത്തുമെന്ന സൂചനയാണ് വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.